സംസ്ഥാനത്തെ മുതിർന്ന ബി.ജെ.പി. നേതാവ് എം.ഡി. രമേശാണ് കോഴിക്കോട് എൻ.ഡി.എ സ്ഥാനാർത്ഥി. അദ്ദേഹമാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ബി.ജെ.പിക്ക് ഇക്കുറി കേരളത്തിലെ പ്രതീക്ഷ? കേരളത്തിൽ ഇപ്രാവശ്യം ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല റിസൾട്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി തന്നെ കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ മുമ്പിൽ ലക്ഷ്യം മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ആ ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും നന്നായിട്ട് പ്രവർത്തനം നടക്കുന്നുണ്ട്. മോഡിയുടെ ഗ്യാരണ്ടി എന്നുള്ള മുദ്രാവാക്യം എല്ലാ വീടുകളിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. രണ്ടും മൂന്നും വട്ടമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും ഗൃഹസമ്പർക്കങ്ങൾ പൂർത്തിയായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഒരു മാറ്റം വേണമെന്നുള്ള ആഗ്രഹം ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതിന്റെ പ്രതിഫലനം തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കേരളത്തിലെ പ്രധാനമായും മത്സരം വരുന്നത് എൽ.ഡി.എഫും യു.ഡി.എഫും തമ്മിലാണ്. ചില മണ്ഡലങ്ങളിലാണ് ബി.ജെ.പിയും ശക്തമായ സാന്നിധ്യമുള്ളത്. ബി.ജെ.പിക്ക് ഇക്കുറി അങ്ങനെ കൂടുതൽ അക്കൗണ്ട് തുറക്കാമെന്ന്, കൂടുതൽ സീറ്റ് നേടാമെന്നുള്ള ഒരു പ്രതീക്ഷയിലുണ്ട്. ഇപ്രാവശ്യം ഒരു സീറ്റിനെ കുറിച്ചും മുൻകൂട്ടി പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം തെരഞ്ഞെടുപ്പ് പാർലമെന്റിലേക്കാണ്. നരേന്ദ്രമോദി വീണ്ടും അധികാരത്തിൽ വരുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. മോഡിയുടെ മൂന്നാം ഊഴമാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് കേരളത്തിലെ വോട്ടർമാരുടെ ഇടയിലും മോഡിക്ക് അനുകൂലമായിട്ടും മോഡിക്കെതിരായിട്ടുമുള്ള ഒരു ചലനമാണുള്ളത്. അപ്പോൾ മോഡി വേഴ്സസ് റെസ്റ്റ് എന്നുള്ള നിലക്കാണ് ഇപ്പോൾ കേരളത്തിലും വന്നിട്ടുള്ളത്. എൽ.ഡി.എഫിന്റെയും യു.ഡി.എഫിന്റെയും മത്സരത്തിന് ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പ്രസക്തിയില്ല. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, CPM-ന്റെ ഒരു ദേശീയ നേതാവും വയനാട്ടിൽ പ്രചരണത്തിന് വരുന്നില്ല. അപ്പോൾ അത് നൽകുന്ന സൂചന എന്താണ്? രാഹുൽ ഗാന്ധി തന്നെയാണ് CPM-ന്റെ നേതാവ്. അപ്പോൾ രാഹുൽ ഗാന്ധിയെ നേതാവായിട്ട് അംഗീകരിക്കുന്ന CPM-ന് ബാക്കി സ്ഥലത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ട് മത്സരിക്കുന്നതിന് എന്താ അർത്ഥമുള്ളത്? ഒരു മുന്നണിയായി ഒരുമിച്ച് പ്രകടന പത്രിക പുറത്തേക്കിറക്കുകയാണ് കോൺഗ്രസുകാരും CPM-കാരും. INDA മുന്നണിയുടെ പ്രകടന പത്രിക എന്ന് പറയുന്നത് സീതാറാം യെച്ചൂരിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഒരുമിച്ചാണ് ആ പ്രകടന പത്രികയെക്കുറിച്ച് പത്രക്കാരോട് പറഞ്ഞത്. അങ്ങനെ ഒരുമിച്ച് ഒരു പ്രകടന പത്രികയെ മത്സരിക്കുന്ന മുന്നണിയിലെ രണ്ട് ഘടകകക്ഷികൾ പരസ്പരം മത്സരിക്കുന്നതിന്റെ അപഹാസ്യത ഞങ്ങൾ വോട്ടർമാരോട് പറയുന്നുണ്ട്, വോട്ടർമാർ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് LDF-ഉം UDF-ഉം എന്നുള്ള ചേരിതിരിവിന് ഈ തെരഞ്ഞെടുപ്പിൽ പ്രസക്തിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മോഡി അനുകൂലികളും മോഡി വിരോധികളും തമ്മിലുള്ള മത്സരമാണ്. ആ മത്സരത്തിൽ കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കഴിഞ്ഞ 10 വർഷത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കും. അതുകൊണ്ട് ഒരു മോഡിക്ക് അനുകൂലമായിട്ടുള്ള തരംഗം കേരളത്തിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കേരളത്തെ കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി വല്ലാതെ ഞെരുക്കുകയാണ് എന്നുള്ള ആരോപണം പ്രധാനമായും ഇടതുമുന്നണി സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോടതിയിലടക്കം ഈ വിഷയം വന്നതാണ്. സുപ്രീം കോടതി വിധിയിൽ ആ കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ. സുപ്രീം കോടതി വിധിയിൽ ഭരണഘടനാ ബെഞ്ചിനെ ആ വിഷയം വിട്ടുകൊണ്ട് സുപ്രീം കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ കൃത്യമായി പറയുന്നുണ്ട്, സംസ്ഥാന സർക്കാർ സ്വയം വരുത്തിവെച്ച സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്ന് ആ ഉത്തരവിൽ കൃത്യമായിട്ട് സുപ്രീം കോടതി പറയുന്നുണ്ട്. ഇത് തന്നെയാണ് കേന്ദ്ര സർക്കാരിന്റെ വാദവും. മാത്രമല്ല, നിയമപരമായിട്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് ഒന്നും ബാക്കിയില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ. കോടതി തന്നെ പറഞ്ഞത് നിങ്ങൾ ഔട്ട് ഓഫ് സെറ്റിൽമെന്റ് നടത്തുക എന്നുള്ളതാണ്. സാധാരണ കോടതി വ്യവഹാരം അനുസരിച്ച് എങ്ങനെയാണ് ഔട്ട് ഓഫ് സെറ്റിൽമെന്റ് നടത്തുക? നിയമപരമായിട്ടുള്ളതാണെങ്കിൽ കോടതി വിധിക്കും. കോടതി വിധിക്കാൻ സാധിക്കാത്തത് ഭരണഘടനാപരമായി നിയമപരമായിട്ട് കേരളത്തിന് കൊടുക്കേണ്ടതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി അധികം ചോദിക്കുന്നത് കേരളത്തിന് അർഹതപ്പെട്ടല്ല, അത് വായ്പയെടുക്കാനുള്ള അനുവാദമാണ് ചോദിക്കുന്നത്. ആ അനുവാദത്തിന് ചില സാങ്കേതിക പ്രശ്നങ്ങളും നിയമപരമായ പ്രശ്നമുണ്ട്. അത് ഭരണഘടനായ പ്രശ്നമാണ്. അത് കേരളത്തിന് മാത്രമായിട്ട് ബാധകമല്ല. കൂടുതൽ കടമെടുക്കാനുള്ള സഹായം കേരളത്തിന് കൊടുത്താൽ മറ്റു സംസ്ഥാനങ്ങളും ആവശ്യപ്പെടും. അത് നമ്മുടെ നിലവിലുള്ള നിയമ സംവിധാനത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ടാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിട്ടുള്ളത്. ആ ഭരണഘടനാ ബെഞ്ചിന് വിട്ടപ്പോൾ തന്നെ സുപ്രീം കോടതി പറഞ്ഞു കേരളം സ്വയം വരുത്തിവെച്ച വിനയാണ്. അപ്പോൾ കേരളത്തിന്റെ എല്ലാ വാദമുഖങ്ങളും സുപ്രീം കോടതിയിൽ തന്നെ തള്ളിപ്പോയിട്ടുണ്ട്. നിയമപരമായിട്ട് കേരളത്തിനൊന്നും കൊടുക്കാനില്ല. കേരളം വായ്പയെടുക്കുന്നതിനെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. കേരളം വായ്പയെടുക്കുന്നത് നിയമവിരുദ്ധമായിട്ടാണ് വായ്പയെടുക്കുന്നത്, അർഹതയിലാണ് വായ്പയെടുക്കുന്നത്, തിരിച്ചടക്കാനുള്ള ഒരു സോഴ്സും ഇല്ലാതെയാണ് വായ്പയെടുക്കുന്നത്. ഇതൊക്കെ സുപ്രീം കോടതിയിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അത് വസ്തുതയാണ് എന്ന് സുപ്രീം കോടതിക്ക് ബോധ്യമായി എന്നുള്ളതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മോദി ഗ്യാരണ്ടി എന്ന് ആവർത്തിച്ചു പറയുമ്പോൾ സാധാരണ ചോദ്യം വരുന്നത് പെട്രോൾ ഡീസൽ വിലയിലും LPG വിലയിലും ഒക്കെ ഉണ്ടായിരുന്ന ആ ഗ്യാരണ്ടി ഒന്നും പാലിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. പെട്രോളിനും ഡീസലിനും ഏറ്റവും കൂടുതൽ വിലയുള്ളത് കേരളത്തിലാണ്. ഇത് മോഡിയെ കൊണ്ടല്ലോ. രാജ്യത്തെമ്പാടും പെട്രോളിന്റെയും ഡീസലിന്റെയും വില കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് പോലും കഴിഞ്ഞ ഒരു കൊല്ലമായിട്ട് നമ്മുടെ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചിട്ടില്ല. വില നിലനിൽക്കുകയാണ്. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും അവിടെ നികുതി ഇളവ് കൊടുത്തുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വില പിടിച്ചു നിർത്തുകയാണ്.
കേരളമാണ് ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നത്. അത് കൊടുക്കേണ്ടി വരുന്നത് സംസ്ഥാന സർക്കാർ നികുതി കുറക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയുടെ കാര്യത്തിൽ ജനങ്ങൾക്കൊരു ആശങ്കയുമില്ല. പാചകവാതകത്തിന്റെ വിലയും പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയും കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ചു കൊണ്ടുവരുന്നു. സ്ഥിരമായിട്ട് നിലനിർത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ആ പ്രചരണമൊന്നും ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിൽ വലുപ്പമില്ല. ജനങ്ങൾക്ക് അതിനേക്കാൾ പ്രധാനം രാജ്യത്ത് 82 കോടി ആളുകൾക്ക് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് 5 കിലോ അരി കൊടുക്കുകയാണ്. ജനം പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയെക്കുറിച്ചല്ല, അവർക്ക് സൗജന്യമായി കിട്ടുന്ന അരിയെക്കുറിച്ചാണ് ജനം ചർച്ച ചെയ്യുന്നത്. അവർക്ക് സൗജന്യമായി കിട്ടുന്ന മറ്റു സൗകര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ആ സൗജന്യങ്ങളാണ് മോഡിയുടെ ഗ്യാരണ്ടിയായി ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ബിജെപിക്ക് കൂടുതൽ വോട്ട് ഉള്ള മണ്ഡലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കോഴിക്കോട് സാധാരണ ഇതിൽ വോട്ട് കുറവുള്ള ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ എങ്ങനെയാണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം ഒന്നും മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാറ്. വോട്ട് കുറഞ്ഞോ കഴിഞ്ഞ പ്രാവശ്യത്തെ വോട്ട് എന്താണ് എന്ന് ചോദിക്കുന്നതിലും അർത്ഥമില്ല. ഈ പ്രാവശ്യം ഒരു മോഡി തരംഗം എല്ലാ ഭാഗത്തുമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന റിസൾട്ടായിരിക്കും കേരളത്തിൽ പൊതുവെ ഉണ്ടാവുക. കോഴിക്കോട് ജയിക്കാൻ സാധിക്കുമെന്നുള്ള 100% ആത്മവിശ്വാസം എനിക്കുണ്ട്. കാരണം കോഴിക്കോട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കോഴിക്കോട്ടെ 2 മുന്നണികൾക്കെതിരെ അകത്തു തന്നെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവിടെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളുണ്ട്. അവർ സ്വീകരിക്കുന്ന സമീപനമുണ്ട്. കഴിഞ്ഞ 10 കൊല്ലമായി കോഴിക്കോട് നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. ഇതൊക്കെ കൂടി കോഴിക്കോട്ടെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രാവശ്യം ഒരു മാറ്റം വേണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട്. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമാകും. അതുകൊണ്ട് കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ആശങ്കയുമില്ല. കോഴിക്കോട് നല്ല ഭൂരിപക്ഷത്തോടുകൂടി ഈ പ്രാവശ്യം NDA ജയിക്കും. എന്തായാലും സംസ്ഥാനം മോഡി തരംഗത്തിൽ ബിജെപിക്ക് വലിയ നേട്ടമുണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസമാണ് ശ്രീ MD രമേശ് പ്രകടിപ്പിക്കുന്നത്.